ഇനി നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ അത് 3 കേസസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് 1 എന്തായിരുന്നു? കേസ് 1 എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ സോ ദാറ്റ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് റിയൽ. ഈ കേസിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓവർ ഡാംഡ് ആയിരുന്നു. ഇത് ഡിസ്ചാർജ് അല്ലേ? ഡിസ്ചാർജ് ആയതുകൊണ്ട് മാക്സിമം ചാർജിനകത്ത് നിന്ന് ഡിസ്ചാർജിങ്, നമ്മൾ നേരത്തെ ചാർജിങ് ആയതുകൊണ്ട് ഇങ്ങനൊരു കേവ് വന്നത്, ഡിസ്ചാർജിങ് ആയതുകൊണ്ട് ആ കേവ് ഇങ്ങനെയായിരിക്കും. ഇത് ഓവർ ഡാംഡ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് എസിംപ്റ്റോട്ടിക്കലി ഓവർ ഡാംഡ് ആണ്. മുട്ടാതെ ഇത് നമ്മുടെ കേസ് 1. ഇനി കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ആണ്. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്നുള്ളത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ക്യൂ ഇസ് ഈക്വൽ ടു Q0 1 പ്ലസ് ബി ടി എക്സ്പോണൻഷ്യൽ മൈനസ് ബി ടി. ഇങ്ങനൊരു സൊല്യൂഷൻ കിട്ടും. അത് കാണിക്കുന്നത് എങ്ങനെയാണ്? ആ ഗ്രാഫ് കാണിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കേസിൻ്റെ ഗ്രാഫ്. രണ്ടാമത്തെ കേസിൻ്റെ ഗ്രാഫ് കാണിക്കുന്നത് അത് എന്താണ്? ക്രിട്ടിക്കലി ഡാംഡ് ആയിരുന്നു അല്ലേ? ഒന്നാമത്തെ ഓവർ ഡാംഡ് ആയിരുന്നു, രണ്ടാമത്തെ ക്രിട്ടിക്കലി ഡാംഡ് ആയിരുന്നു. അപ്പോൾ Q0 ആയിരുന്നു മാക്സിമം ചാർജ്. മറ്റേതിപ്പോൾ കേസ് 1 ഇങ്ങനെ എസിംപ്റ്റോട്ടിക്കലി പോവുകയാണെങ്കിൽ കേസ് 2 പെട്ടെന്നാണ് ഇതാണ് കേസ് 1, ഇത് കേസ് 2. ഇനി കേസ് 3 ആയിരുന്നു നമുക്ക് ആദ്യത്തെ കേസിൽ സൈനിൻ്റെ ടേമിൽ വന്നത് എന്നുവെച്ചാൽ ഹാർമോണിക്. ആ കേസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ കണ്ടീഷൻസ് ബി സ്ക്വയർ ഇസ് ലെസ് ദാൻ കെ സ്ക്വയർ സോ ദാറ്റ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് ഇമാജിനറിയാണ് അല്ലേ? ഇമാജിനറിയാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ സോ ദാറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് Q0. ആ സൊല്യൂഷൻ എന്തായിരുന്നു? ഹാഫ് Q0 ഉണ്ട് നമുക്ക് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി പ്ലസ് 1/b/i ഒമേഗ. ഞാൻ ഈ സ്റ്റെപ്പ് കുറച്ച് കട്ട് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ അത് ചെയ്തിട്ടുണ്ട്. ഐ ഒമേഗ ടി പ്ലസ് 1 മൈനസ് b/i ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. നോക്കിയാൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. അത് നോക്കിയിട്ട് ഹാഫിന് നമുക്കൊരു അഞ്ചാകത്തേക്ക് കൊടുക്കാം. അപ്പോൾ Q0 ഇ റേസ് ടു മൈനസ് ബി ടി ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് b/i ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് b/i ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഇനി ഇതിനൊന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ ഒരു ബൈ 2 കൂടി ഉണ്ട്. ക്യൂ ഇ റേസ് ടു മൈനസ് ബി ടി ഇ റേസ് ടു ഐ ഒമേഗ ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണ്. ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ 2 പ്ലസ് b/i ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ 2i. ഇത് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് ക്യൂ ഇൻറ്റു റേസ് ടു മൈനസ് ബി ടി കോസ് ഒമേഗ ടി പ്ലസ് b/i ഒമേഗ സൈൻ ഒമേഗ ടി. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എഴുതുമ്പോൾ ഈ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ക്യൂ/, ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി ഒമേഗ കോസ് ഒമേഗ ടി മൾട്ടിപ്ലൈ ചെയ്ത് ബി സൈൻ ഒമേഗ ടി. ഇനി എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു കെ സൈൻ ആൽഫ ബി ഇസ് ഈക്വൽ ടു കെ കോസ് ആൽഫ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇസ് ഈക്വൽ ടു Q/, ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി കെ സൈൻ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് കെ കോസ് ആൽഫ സൈൻ ഒമേഗ ടി അല്ലേ?
ഇനി ഇതിന് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു Q0 e raised to മൈനസ് BT. അതിനകത്ത് കോമൺ ആയിട്ട് കെയെ പുറത്തെടുത്ത് K/ഒമേഗ. അപ്പോൾ ഉള്ളിൽ വരുന്ന ടേം എന്താണ്? കോസ് ഒമേഗ ടി സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ സൈൻ ഒമേഗ ടി. അതെന്താ പറയുക? സൈൻ A + B വരുന്നത്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ വന്നു. പിന്നെ നമുക്ക് കണ്ടോ എന്നിട്ട് ഒമേഗയ്ക്കും ആൽഫയ്ക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് Q0 e raised to B എന്ന് പറയുന്നത് മൈനസ് R/2L ആണ്. ടി കെ ഉണ്ട്, ഇവിടെ നമുക്കൊരു കെ ഉണ്ട്. കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? K² is equal to 1/LC ആണ്. അപ്പോൾ K is equal to 1/√LC ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒമേഗ is equal to K സൈൻ ആൽഫ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതെ √. അതല്ലാതെ നമുക്ക് ഒമേഗയ്ക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ടായിരുന്നു. ഒമേഗ is equal to √K² - B² ഉണ്ടായിരുന്നു ആദ്യം എഴുതിയത്. √K² - B². അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1/LC മൈനസ് R²/4L². ഇത്രയും വരും. ഇൻറ്റു സൈൻ ഒമേഗ എന്ന് പറയുന്ന √1/LC മൈനസ് R²/4L² ടി പ്ലസ് ആൽഫ. ഇതാണ് ക്യൂഡ് ഇക്വേഷൻ. ഈ വലിയ ഇക്വേഷൻ കണ്ടു പഠിക്കേണ്ട. നമുക്കിതിനകത്ത് ഒന്നേ കാണിക്കാനുള്ളൂ. സൈനിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ആ സൈനിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സൈൻ വേവ് ഇങ്ങനെ വരും. പക്ഷേ ഇതിനകത്തൊരു ഡാമ്പിങ് ഫാക്ടറും കൂടിയുണ്ട്. കാരണം ഇതൊരു എക്സ്പൊണൻഷ്യൽ മൈനസ് കാണിച്ചിട്ടുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുന്ന എക്സ്പൊണൻഷ്യൽ മൈനസിന് എക്സ്പൊണൻഷ്യൽ ഡീക്കെ ആണ്. അപ്പോൾ ആറിൻ്റെ എല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഡീക്കെ ടൈം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ടൈം മാറുന്നുണ്ട്. ആറ് വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് സൈൻ ടേം ഇനീഷ്യലി ഉണ്ടായതായിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ശരിക്കും അത് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ സൈൻ വരിക ഡീക്കെ അല്ലേ, കുറഞ്ഞതിപ്പോൾ Q0 ആണെന്ന് വിചാരിച്ച് Q0യിൽ നിൽക്കുവാണ്. ഇതാണ് 0 ഡീക്കെ ചെയ്ത് പോകേണ്ടത്. അപ്പം മറ്റേ ഒന്നാമത്തെ കേസ് നമുക്ക് എങ്ങനെയായിരുന്നു? ഓവർ ഡാംഡ് ഇത് ഇങ്ങനെ പോയി, ക്രിട്ടിക്കലി ഡാംഡ് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇതാവുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് സൈനാണ്. അപ്പോൾ ഇങ്ങനെ വേവ്. പക്ഷേ ആ ഒരു എക്സ്പൊണൻഷ്യൽ ഡീക്കേയുടെ ടേം ഉള്ളതുകൊണ്ട് കുറഞ്ഞ് പോവുക. ഇതാണ് നമ്മുടെ എല്ലിൻ്റെയും ആറിൻ്റെയും സിയുടെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇത് കിട്ടും. ഈ കണ്ടീഷനാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇത് ഓസിലേറ്ററി ഡിസ്ചാർജാണ്. ഇത് രണ്ടും നോൺ ഓസിലേറ്ററി ഡിസ്ചാർജാണ് കേട്ടോ. ഇത് നിങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് ടൈമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഓഫ് ദി കപ്പാസിറ്ററാണ്. ക്യൂ അല്ലേ, ചാർജ് ഓഫ് ദി കപ്പാസിറ്ററാണ്. ഇത് ഒന്നാമത്തെ കേസിലുള്ള കേസാണ് ഓവർ ഡാംഡ്. ഇത് രണ്ടാമത്തെ കേസ് ക്രിട്ടിക്കലി ഡാംഡ്. ഇത് ഓസിലേറ്ററി ഡാംഡ് ആണ് കേട്ടോ. മൂന്നുമാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് ഓസിലേറ്ററി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓസിലേറ്ററി ആണെങ്കിൽ ആ ഓസിലേറ്ററി ചാർജിൻ്റെ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? ന്യൂസ് ഈക്വൽ ടു ω/2π ആണ്. ഒമേഗ എന്തായിരുന്നു? ഒമേഗ ഈക്വൽ ടു √K² - B²/2π. സോ 1/2π √K² എന്ന് പറയുമ്പോൾ 1/LC മൈനസ് B² എന്ന് പറയുമ്പോൾ R²/4L² ആണ് ശരിക്കും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോരോ കണ്ടീഷൻ കൊടുക്കാം. ഇഫ് R 0 ആണ്, റെസിസ്റ്റൻസ് വെച്ചിട്ടില്ലെന്നാണെങ്കിൽ R 0 ആയിട്ടാണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π 1/LC എന്നുവെച്ചാൽ 1/2π √LC. നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇതേതായിരുന്നു? വെറും LC സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനാണിത്. അപ്പോൾ R 0 ആണെന്നുള്ള കേസ് ഇത് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചോദിക്കും.